ഹലോ ഗസ്, എത്ര വലിയ ഹോട്ടലിൽ നമ്മൾ സദ്യ കഴിച്ചാലും നമ്മൾ അമ്മമാരുണ്ടാകുന്ന സദ്യയിൽ അത്രയും ഒന്നും വരത്തില്ല. 5 മണിക്ക് തുടങ്ങിയ പ്രിപ്പറേഷൻ ആണ്, ഇപ്പോഴാണ് കഴിഞ്ഞത്. ഞാൻ പിന്നെ ഒരു മണിയായപ്പോൾ എണീച്ചു. അങ്ങനെ എനിക്കുള്ള കാരണം വെച്ചാൽ അമ്മ കിസ്മിസ് ആയസത്തിൽ ഇടാൻ വേണ്ടി മേടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ അടിച്ചുണത്തി എടുപ്പിച്ച് ഞാൻ പോയി കടയിൽ പോയി സാധനം മേടിച്ചു. ഇവിടെ കളിക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞപ്പോൾ അമ്മേനോട് കുറച്ച് അടി കൂടി, പിന്നെ അമ്മയ്ക്ക് സ്നേഹം കൂടി അമ്മ എന്നെ കുറച്ച് നേരം കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് പിന്നെ പായസം കണ്ടപ്പോൾ ആക്രമം മൊത്തം അവരപ്പോൾ തന്നെ കഴിച്ചു. കാരണം നമുക്ക് നോക്കാം, അവിയലുണ്ട്, കിച്ചടിയുണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, അതേപോലെ ഇഞ്ചിയുണ്ട്, പരിപ്പുണ്ട്, അങ്ങനെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പായസം നല്ല കുറവ് ഇരിപ്പുണ്ട്. കുട്ടികളൊക്കെ ആയിരത്തിന് വേണ്ടി കാത്തിരിക്കണം. പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ പോയി സദ്യ കഴിക്കാൻ പോയി. പിന്നെ വെറുമേറ്റിലാണ് സദ്യ കഴിക്കണം. ഞാൻ 1:30 എണീച്ചത് ഞാൻ പറഞ്ഞു. എല്ലാം മൊത്തം നല്ല രീതിക്ക് അമ്മ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ചോറെല്ലാം വിളമ്പി കരളം വിളമ്പി. ഇതിൽ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ ഇല വെച്ചൊന്ന് തിരിഞ്ഞു പോയാണ്ട് അതിൻ്റെ കുഴപ്പമില്ല, മാറ്റാൻ നിന്നില്ല. പിന്നെ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ്. ഇഞ്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പരിപ്പ് കൂട്ടി നമ്മൾ പപ്പടം ഇട്ട് നമ്മൾ കുഴച്ച് 2 അടി അടിച്ചു ഗൈസ്. സദ്യ കൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വാവെന്ന് വെച്ചാൽ ബലിയിടാനുള്ള ദിവസമാണ്. മീൻസ് മരിച്ചവർക്ക് ബലിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് വാവെന്ന് പറയുന്നത്. നമ്മുടെ കറികളൊക്കെ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എനിക്കിത് കുറച്ച് നാളുകളെ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല, കാരണം ഞാൻ പുറത്തുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിലൊക്കെ കഴിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. അമ്മ പറഞ്ഞത് മഴയൊക്കെ പോയി. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ കുറച്ച് പായസം എടുത്തിട്ട്, പായസം ഇടാത്ത കളിയില്ല. സദ്യ കഴിഞ്ഞാൽ പായസം മസ്റ്റാണ്. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഷുഗറിന്റെ കട്ടങ്ങ് ഞാൻ മാറ്റി. പിന്നെ അതെല്ലാം നല്ല നക്കി തുടച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ബൈ.